ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് തിരുവാതിര നക്ഷത്രത്തിൻ്റെ 2024 ആണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് തിരുവാതിര നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ തിരുവാതിര നക്ഷത്രത്തിൽ പിറന്നവർ പ്രത്യേകിച്ച് 2025 ആണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് നിങ്ങൾക്ക് ഈ സമയം കാണുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് 2025 വർഷം ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഒരു ടേണിംഗ് പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നൊരു സമയം കൂടിയാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക്. ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്ന സമയമാണ്. ഇതിലെടുത്തു പറയേണ്ടത് 2025 തുടക്കം ജനുവരിയൊക്കെ ആകുമ്പോൾ തൊഴിൽ രംഗത്ത് വിജയമുണ്ടാകുന്ന സമയമാണ്. തൊഴിലായിട്ട് ബന്ധപ്പെട്ട് ശമ്പള വർധനവ്, പ്രൊമോഷൻ കിട്ടുക, അല്ലെങ്കിൽ തൊഴിലില്ലായിരുന്നവർക്ക് പുതിയ തൊഴിൽ പ്രവേശിക്കാൻ സാധിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. തൊഴിൽ രംഗത്തെ ഏത് തൊഴിലാണെങ്കിലും ഗുണകരമായിട്ടാണ് കാണുന്നത്. സന്താനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളൊരു സമയമാണ്. ഈ തിരുവാതിര നക്ഷത്രത്തിൽ പിറന്നവരുടെ സന്താനങ്ങൾക്കൊക്കെ വിദ്യാഭ്യാസത്തിലൊക്കെ ഉയർച്ച കാണുന്നു. അതുകൊണ്ട് തന്നെ സന്താനഭാവം ഗുണകരമായിട്ട് കാണുന്നു. കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകുന്നൊരു സമയമാണ്. സന്തോഷപൂരിതമായിരിക്കും കുടുംബം, അത് അനുഭവപ്പെടുക തന്നെയും. ഇതിൽ എടുത്തു പറയേണ്ടത് തിരുവാതിര നക്ഷത്രത്തിൽ പിറന്നവർക്ക് ഗൃഹം സ്വന്തമാക്കാൻ പറ്റുന്ന സമയമാണ്. ചിലരൊക്കെ സ്വന്തമാക്കും. അത് പണം കൊടുത്ത് വാങ്ങുകയോ പുതിയത് പണിയുകയോ ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ്. തിരുവാതിര നക്ഷത്രത്തിൽ പിറന്ന ഈ വിവാഹ ചിന്തനം നടത്തുന്നവർക്ക്, യുവതിയുവാക്കൾക്കൊക്കെ സർക്കാർ ജോലിയുള്ള ജീവിത പങ്കാളിയെ ലഭിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നു. നിങ്ങൾക്ക് ധനയോഗം ഉള്ള സമയമാണ്. ജനുവരി മധ്യത്തോടു കൂടിയൊക്കെ ആകുമ്പോൾ ധനയോഗം പുഷ്ടിപ്പെടും. പ്രമോഷൻ കിട്ടുക, അല്ലെങ്കിൽ ശമ്പള വർധനവുണ്ടാകുകയൊക്കെ ചെയ്യുന്നതാണ്. ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ചെറിയ ലാഭമൊക്കെ കിട്ടിയിട്ട് അതിൽ നിന്നൊക്കെ ഒരു ശതമാനം മിച്ചം വെക്കാൻ സാധിക്കുന്ന സമയമാണ്. എന്തുകൊണ്ടും നിങ്ങളുടെ പേഴ്സ് കാലിയാകാതെ നിൽക്കുന്നൊരു സമയമാണ്. നാനാതുറകളിൽ നിന്നും പലരുടെ ഭാവത്തിൽ നിന്നും നിങ്ങൾക്ക് സഹായങ്ങളൊക്കെ ലഭിക്കുന്നൊരു സമയമാണ്. ജീവിതത്തിൽ പൊതുവേ നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ഒരു ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് ജനുവരി ഫെബ്രുവരി മാസം. ഉദ്യോഗസ്ഥർക്കൊക്കെ മേലുദ്യോഗസ്ഥൻ്റെ പ്രീതി സമ്പാദിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ അക്ഷീണമായ പരിശ്രമം മൂലം നിങ്ങൾക്ക് കുറേ നാളായിട്ടുണ്ടായിരുന്ന നഷ്ടങ്ങളൊക്കെ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ സാധിക്കും. ബിസിനസ്സിലൊക്കെ ഉണ്ടായിരുന്ന പിഴകളൊക്കെ പിഴകളൊക്കെ മാറിയിട്ട് പ്രോഫിറ്റിലേക്ക് ബിസിനസ് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ജീവിതത്തിൽ ദീർഘനാളായിട്ടുണ്ടായിരുന്ന ഒരു നിരാശാബോധം അത് മാറിക്കിട്ടുന്നൊരു സമയമാണ്. ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോൾ അത് മാറിക്കിട്ടും. ഒരു ഉണർവുണ്ടാവും ജീവിതത്തിൽ, മനസ്സിനും ഒരു സുഖം ഉണ്ടാകുന്നൊരു സമയമാണ്. നിങ്ങൾക്ക് വ്യവഹാരങ്ങളിലൊക്കെ, കോടതി വ്യവഹാരങ്ങളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതുപോലെ തർക്ക വിഷയങ്ങളിലൊക്കെ വിജയം ഉണ്ടാകുന്നൊരു സമയമാണ്. എന്നിരുന്നാലും ഒരു അകാരണമായ ഭീതി നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കും. മാനസികമായിട്ടൊരു ആവശ്യമില്ലാത്തൊരു ഭയം നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട സമയമാണ്. എടുത്ത് ചാടി ഒന്നും ചെയ്യരുത്. ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോൾ ഇവിടുന്നൊക്കെയോ എന്തൊക്കെയോ ചെറിയ നെഗറ്റീവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ എടുത്ത് ചാടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ധനനഷ്ടത്തിനും അപമാനങ്ങൾക്കും കാരണമായി തീരും. അപമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റാരെങ്കിലും നമ്മളോട് സഹായം ചോദിച്ചെങ്കിൽ മാത്രമേ അവരെ സഹായിക്കാൻ ചെല്ലുക, അല്ലാതെ ആവശ്യമില്ലാതെ അഭിപ്രായം പറയാൻ പോകരുത്. ചാടിക്കയറി ആരെ സഹായിക്കാനും പോകരുത്. ചില തർക്ക വിഷയത്തിലൊക്കെ മധ്യസ്ഥ വെക്കാനൊക്കെ സ്വയം തുനിഞ്ഞങ്ങോട്ട് ചെല്ലും. ആ ചെല്ലുന്നതൊക്കെ ഗുണത്തേക്കാൾ ദോഷം ചെയ്യും. യുക്തിപൂർവ്വം ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതായിരിക്കും ഗുണകരം. വ്യാപാരികൾക്ക് കാലം അനുകൂലമായിട്ടാണ് കാണുന്നത്. കലാകാരന്മാർക്കും പ്രതീക്ഷിച്ചിരുന്ന നേട്ടങ്ങൾ ഉണ്ടാകാനും ചെറിയ ബുദ്ധിമുട്ടുള്ള സമയമാണ്. ഇപ്പോൾ കലാകാരന്മാർക്ക് ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒരു വിളി പ്രതീക്ഷിച്ചിരുന്നിട്ട് അത് ലഭിക്കാതെ വരുന്നൊരു സമയം ഉണ്ടാകുന്നതാണ്. സമയത്തൊക്കെ ഈശ്വരഭജനം എന്നുള്ളതാണ്. മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടൊക്കെ എപ്പോഴും ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ഭാവി സുരക്ഷിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. മറ്റു രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് വരുമാനം ഉണ്ടാകുന്ന സമയമാണ്.
നിങ്ങളുടെ ഗൃഹം സന്താന ജന്മം കൊണ്ട് അനുഗ്രഹീതമായിരിക്കും. ഈ തിരുവാതിര നക്ഷത്രം പിറന്നവർക്ക് കൂടുതലും ജനനഭാഗ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ. ഈ സന്താനഭാഗ്യം ഇല്ലാത്തവർ ഈ സമയത്തൊക്കെ നല്ലൊരു ഡോക്ടറെ കണ്ട്, ഗൈനക്കോളജിസ്റ്റിനെ കണ്ടോ അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി സെൻ്ററൊക്കെ സന്ദർശിച്ചിട്ട് അതിനൊരു നീക്കുപോക്ക് ഉണ്ടാക്കുന്നത് ഗുണകരമായ സമയമാണ്. അതിനൊക്കെ പറ്റുന്ന സമയമാണ്. സന്താനഭാവം നന്നായിട്ട് കാണുന്നുണ്ട്. ഇതിനുള്ള വഴിപാടും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് അവസാനം പറഞ്ഞു തരാം. പല വിഷമ പ്രശ്നങ്ങൾക്കും രമ്യമായ പരിഹാരം ഉണ്ടാവുന്നൊരു സമയമാണ് ഈ ജനുവരി ഫെബ്രുവരി മാസം. ആരോഗ്യ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ഉണ്ടാവണം. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്നത് ഒന്ന് സൂക്ഷിക്കുക. അതുപോലെ തന്നെ സാംക്രമിക രോഗങ്ങളൊക്കെ പിടിപിടിക്കുകയാണെങ്കിൽ ഉടനെ നല്ലൊരു ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ സ്ഥിതിക്കുക. അല്ലാതെ സ്വയം ചികിത്സ നടത്തി ഇത് വലുതാക്കാൻ നോക്കരുത്. നിങ്ങൾക്ക് സഹോദര സഹായം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. സഹോദരന്മാരിൽ നിന്ന് ചെറിയ സഹായമൊക്കെ കിട്ടുന്ന നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. അവരോട് ഗുണകരമായ രീതിയിൽ, രമ്യമായ രീതിയിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർത്ത് സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോവുക. അതല്ലെങ്കിൽ എന്തെങ്കിലും സഹായമായി നിൽക്കേണ്ട സഹോദരങ്ങൾ നിങ്ങൾക്ക് ദോഷമായി മാറുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ജനുവരി ഫെബ്രുവരി മാസ ഫലങ്ങൾ. ഒപ്പം തന്നെ നിങ്ങളുടെ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറച്ച് ഗുണഫലങ്ങളുടെ മാറ്റം വർദ്ധിക്കാനായിട്ട് നിങ്ങൾ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം എല്ലാ വ്യാഴാഴ്ചയും ബുധനാഴ്ചയൊക്കെ ദർശിക്കേണ്ടതാണ്. വ്യാഴാഴ്ചയാണ് പോകുന്നതെങ്കിൽ മഞ്ഞപ്പൂക്കൾ, മഞ്ഞമാല, പീതാംബരമൊക്കെ ഭഗവാന്, പീതാംബരം എന്ന് വെച്ചാൽ മഞ്ഞപ്പെട്ട് ഭഗവാന് കാണിക്കയായിട്ട് കൊടുക്കുക, ഉടയാടയായിട്ട് കൊടുക്കുക, മഞ്ഞപ്പൂക്കൾ സമർപ്പിക്കുക. ബുധനാഴ്ചയാണെങ്കിൽ തുളസിമാല കൊണ്ട് മാല ചാർത്തുക. തുളസി ഇല ഭഗവാന് കാണിക്കയായിട്ട് മുന്നിൽ സമർപ്പിക്കാം. കുന്നിക്കുരു, മഞ്ചാടിക്കുരു സമർപ്പിക്കുക. പത്മവിട്ട് പാൽ പായസം വ്യാഴാഴ്ച ഭഗവാന് കൊടുക്കാം. രക്ഷസിന് പത്മവിട്ട് പാൽ പായസം തിടപ്പള്ളിയിൽ കഴിക്കാം. കൃഷ്ണനാണെങ്കിൽ ബുധനാഴ്ച പാൽപ്പായസം നിവേദ്യമായിട്ട് കൊടുക്കാം. തൃക്കൈവെണ്ണ കൊടുക്കാം. അങ്ങനെ ഇഷ്ടമുള്ളത് എന്തും ചെയ്യുക. ഒന്നും വേണ്ട, അവിടെ പോയി നിന്ന് മനസ്സുരുക്കി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കൂടെ ദൈവം ഇപ്പോൾ ഭഗവാനുള്ള സമയമാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന സമയമാണ്. അപ്പോൾ അത് നന്നായിട്ട് വിനിയോഗിക്കുക. പിന്നെ സന്താനഭാഗ്യമില്ലാത്ത കാര്യം പറഞ്ഞു. ഗണപതി ക്ഷേത്രം വെള്ളിയാഴ്ചകൾ സന്ദർശിച്ചിട്ട് മധുരമില്ലാത്ത പാൽപ്പായസം ഭഗവാന് നിവേദിക്കുകയാണെങ്കിൽ ഭഗവാന്റെ കരുണത്താൽ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. ഗണപതി ഹോമവും 1, 2, 6 ഒക്കെ കഴിക്കുക. പറ്റുമെങ്കിൽ ഒരു 21 ആഴ്ച ഗണപതി ഹോമം കഴിക്കുക. സാധാരണ ഹോമം, വലിയ മുതൽ മുടക്കില്ലാതെ നിങ്ങളുണ്ടാവണം അവിടെ ഹോമം നടക്കുമ്പോൾ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ നിന്നൊരു ഗുണകരമായ മാറ്റം ഉണ്ടാകുന്നതാണ്. 21 വെള്ളിയാഴ്ചകളിലൊക്കെ ഗണപതി ഹോമം കഴിക്കുക. വെറുതെ കറുകപ്പുല്ല്, ഒരു പിടി കറുകപ്പുല്ല് എവിടെന്നെങ്കിലും പറമ്പിൽ നിന്ന് പറിച്ചിട്ട് കഴുകി വൃത്തിയാക്കി തലേദിവസം വെക്കുക. രാവിലെ എഴുന്നേറ്റ് വെള്ളിയാഴ്ച ഭഗവാന്റെ ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാന്റെ മുന്നിൽ ഒരു ഇലയിൽ സമർപ്പിക്കുക ഒക്കെ ചെയ്യുന്നത് ഗുണകരമായി മാറും. മധുരമില്ലാത്ത പാൽപ്പായസം സമർപ്പിക്കാൻ മറന്നു പോകരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾക്കൊക്കെ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.